ഇപ്പൊ ഈ ശോഭ തന്നെ പറഞ്ഞല്ലോ, പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത്. ജാൻമണി തന്നെ സിബിനോട് പറഞ്ഞു, ജാൻമണിയെ ഹോട്ടൽ ടാസ്ക് കയറ്റി വിടാം, ഗസ്റ്റായിട്ട് കയറ്റി വിടാം, അഖിൽമാർക്കെതിരെ വീഡിയോ ചെയ്യും. ഈ മറ്റേ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി, ഇവർ ഈ പെൺകുട്ടിയെ, അതാ ഞാൻ പറഞ്ഞത്, ഈ പാവം പിടിച്ചവനെ ചതിച്ചതായി ഇവര്. അത് അഖിൽമാരുടെ ഹേറ്റേഴ്സ് മൊത്തം വോട്ട് ചെയ്തോളൂ. ഇപ്പൊ ചനത്തിക്കോളാം. ഫിറോസ് ഒക്കെ ഇപ്പൊ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ, അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരതിന് വില്ലിങ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം പറഞ്ഞു, സ്ത്രീകളുടെ വിഷയമാണ് പറയാത്തത്. ഞാൻ പറഞ്ഞത്, എന്നോട് പേഴ്സണലി പറഞ്ഞത്, അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു. പൈസ മേടിക്കരുത്, കോൺട്രാക്ട് ഉണ്ട്, തിരിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തിൽ നടത്തിയ ആള് പ്രവീൺ എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. ഇപ്പൊ ഈ ശോഭ തന്നെ പറഞ്ഞല്ലോ, പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത്. ഇപ്പം ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിബിനോട് പറഞ്ഞു, ജാൻമണിയെ ഹോട്ടൽ ടാസ്ക് കയറ്റി വിടാം, ഗസ്റ്റായിട്ട് കയറ്റി വിടാം, അഖിൽമാർക്കെതിരെ വീഡിയോ ചെയ്യും. ഈ മറ്റേ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി, ഇവർ ഈ പെൺകുട്ടിയെ, അതാ ഞാൻ പറഞ്ഞത്, ഈ പാവം പിടിച്ചവനെ ചതിച്ചതായി ഇവര്. അത് അഖിൽമാരുടെ ഹേറ്റേഴ്സ് മൊത്തം വോട്ട് ചെയ്തോളൂ. ഇപ്പൊ ചനത്തിക്കോളാം. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം പ്ലാൻഡാണ്. ഇവർക്ക് ഇങ്ങനെ, അതായത് മനഃപൂർവ്വം ചെയ്യുന്നതിലും പിടിക്കുന്നതിലും ഒക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. പിന്നെ ഇത് നമ്മളിപ്പോൾ ഇത് ഈ പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോ മറ്റൊന്നിനോ ഒന്നും വേണ്ടിയിട്ട് പറഞ്ഞതല്ല. നമ്മുടെ ഉള്ളിലൊരു നീതിബോധം. ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഇന്ന് ഇവിടെ വന്നു, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയാം, പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ, അത്തരം നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. ഏതായിരുന്നു അത്? എന്നെ പീഡിപ്പിച്ചിട്ടില്ല. എന്നെ പീഡിപ്പിക്കാം, കൊള്ളാവുന്ന കരക്കാം. അതെ, അല്ല അത് ഞാൻ, നമുക്ക് വേറെ കണ്ടന്റ് തരാം. അതെ, അല്ല, നാണം കെട്ടും പണം നേടുകയും നാണക്കേടാ പണം മാറ്റിടുന്നില്ല. ദീപസ്തംഭം മഹാചര്യം, എനിക്കും കിട്ടണ പണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലപാടുകളിൽ ചേഞ്ച് വരുത്താം. എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലേ തുടക്കത്തിൽ. അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് അവിടെ യോജിപ്പൊന്നുമില്ല. പിന്നെ സിബിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സിബിൻ ജയിക്കേണ്ട മത്സരാർത്ഥിയാണെന്ന് ഞാനല്ലല്ലോ, പ്രേക്ഷകരാ പറഞ്ഞത്. എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നിൽ വന്ന ഒരു മത്സരാർത്ഥി. അപ്പൊ അയാള് വിജയിക്കുമെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചതാണ്. ആ ഘട്ടത്തിൽ അയാളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. പുറത്താക്കിക്കൊണ്ടെന്നേ, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഒരു മത്സരാർത്ഥി അവർക്ക് ഷോയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം, പക്ഷെ അതൊരുവന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാവരുത്. നാളെ ഇല്ല സിബിൻ ഇറങ്ങി, ഇപ്പൊ നിങ്ങളിപ്പോ തന്നെ സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പക്ഷേ മേ ബി വന്നേക്കാം, നിനക്ക് തനിക്കൊഴിവില്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം. അതായത് ഒരു ചെറുപ്പക്കാരനെ, നമ്മൾ കേരളത്തിൽ 3.5 കോടി ജനത ഉണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ? അത് നാളെ എത്ര പേരായി മാറിയേക്കാം. നാളെ ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഒരൊക്കെ ആൾ ഇതുപോലത്തെ ഷോയിലേക്ക് പോകില്ലേ? അപ്പം ഇത് നിങ്ങൾക്ക് തന്നെ സംഭവിച്ചുകൂടെ? അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞത് കേട്ടപ്പം എനിക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി. അല്ല, അത് അവരുടെ കുഴപ്പമാണ്. ഇപ്പൊ എത്രയോ പേര്, ഇപ്പൊ ഈ അടുത്ത സമയത്ത് മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു നടി, അവർ വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിൽ ഒരു സംവിധാനം കൊണ്ട് അനുഭവം പറയുന്നു. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സിബിൻ എന്നോട് ഹൈദർ തന്നെ ചോദിച്ചു, സിബിൻ കേസ് കൊടുത്തില്ല, അഖിൽമാരായിരുന്നു സംസാരിക്കുന്നു. അതാണ്ട് കേസ് കൊടുത്തു. അത് അവന്റെ ചങ്കുറപ്പ്, അവന്റെ വിൽ പവർ. ഇതിന്റെ പിന്നാലെ പോയി മെനക്കെട്ട് എത്ര പേര് പോകും? ഇത് ചിലർ വിചാരിക്കും പോട്ടെ, ഇപ്പൊ സിബിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഇനിയിപ്പം കഴിഞ്ഞു, നാളെ ഒരു സമയത്ത് കിട്ടുന്ന ഒരു അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മിണ്ടാതെ ഇരിക്കാം. അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിയിട്ടാണ്, കാശിന് വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാനും ഓടിപ്പടച്ച് വന്നത്. ഞാൻ ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കോട്ടയത്ത് പോയിരുന്നു. ഞാൻ ഇത്രയും വന്നതും ഞാൻ രാവിലെ എന്നോട് പറഞ്ഞു, എടാ ചിലപ്പം വരാൻ പറ്റില്ല, പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ച് പറഞ്ഞല്ലോ, സിബി ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എങ്കിൽ പങ്കെടുത്തേ പറ്റൂ എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ വന്നത്. നമ്മളെല്ലാവരും കൊടുക്കേ, ഞാൻ തന്നെ കമ്പനിയെ നമ്മളെങ്ങനെ അതിനകത്ത് പറയാൻ പറ്റും? വ്യക്തികളാണ്. ഇപ്പൊ ഈ ഷോ അല്ല കുഴപ്പം. ഇപ്പൊ ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാലം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ സിബിനെയും, ഇപ്പൊ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് വളരെ മോശം അഭിപ്രായം ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നാണക്കേടല്ലേ? ഇത് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ആ ഒരു സംശയം വേണ്ട കാര്യം. അതെ, ഓൾറെഡി ഇത് കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെ പേര് വന്നു കഴിഞ്ഞു. അല്ല, എനിക്ക് പെൺകുട്ടികളുടെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞ വിമർശനം.
ഫിറോസ് ഒക്കെ ഇപ്പൊ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ, അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരതിന് വില്ലിങ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം പറഞ്ഞു, സ്ത്രീകളുടെ വിഷയമാണ് പറയാത്തത്.